കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 36-ാം സർഗം. ലങ്കയ്ക്ക് കാവൽ ഏർപ്പെടുത്തുന്നത്. മാല്യവാൻ പറഞ്ഞ ഹിതവാക്യം രാവണന് സഹിച്ചില്ല. കോപിഷ്ഠനായി പുരികം ചൊളിച്ച് അസഹ്യത കൊണ്ട് കണ്ണുരുട്ടി അവൻ മാല്യവാനോട് പറഞ്ഞു, ശത്രുപക്ഷം പിടിച്ച് ഹിതം എന്ന് കരുതി പറയുന്ന അഹിതവും പരുഷവുമായ വാക്ക് എൻ്റെ കാതിലേശുന്നില്ല. മർക്കടന്മാരുടെ സഹായത്തോടു കൂടിയവനും മനുഷ്യനും കൃപണനും ഏകനും താതൻ വെടിഞ്ഞ് കാടുപോകിയവനുമായ രാമനെ സമർത്ഥനെന്ന് നീ നിനക്കാൻ എന്താണ് കാരണം? രാക്ഷസാധിപതിയും സർവവിക്രമയുക്തനുമായ എന്നെ നീ ഹീനൻ എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? വീരവിരോധം കൊണ്ടോ ശത്രുവിനോടുള്ള പക്ഷപാതം കൊണ്ടോ പരപ്രേരണ കൊണ്ടോ ആയിരിക്കാം നീ എന്നോട് പരുഷം പറഞ്ഞത്. ഉന്നതസ്ഥാനീയനായ പ്രഭുവിനോട് പണ്ഡിതനും ശാസ്ത്രതത്വജ്ഞനുമായ ഏതൊരുവൻ പരപ്രേരണ കൂടാതെ പരുഷം പറയും? കാട്ടിൽ നിന്ന് ഞാൻ സീതയെ താമരയില്ലാത്ത ലക്ഷ്മി എന്ന പോലെ കട്ടുകൊണ്ടുപോന്നിട്ട് അവളെ ഞാനെന്തിന് തിരികെ കൊടുക്കണം? രാമനെ പേടിച്ചോ? വാനര കോടികളോടും സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടി ഏതാനും നാൾ കൊണ്ട് രാമൻ കൊല്ലപ്പെട്ടതായി കണ്ടുകൊള്ളുക. ദ്വന്ദ്വയുദ്ധത്തിൽ ദേവന്മാർ പോലും നേരിടാത്ത രാവണൻ പോരിൽ ആരിൽ നിന്ന് ഭയം കൊള്ളണം? രണ്ടായി ഞാൻ ഒടിഞ്ഞെന്ന് വരാം, എന്നാലും ആരുടെയും മുമ്പിൽ കുമ്പിടുകയില്ല. ഇതെൻ്റെ സഹജദോഷമാണ്. സ്വഭാവം മാറ്റാനാവില്ലല്ലോ. രാമൻ യദൃച്ഛയാ കടലിൽ ചിറകെട്ടിയെങ്കിൽ നിനക്ക് ഭയം തോന്നാൻ മാത്രം ഇതിൽ ആശ്ചര്യകരമായിട്ട് എന്തിരിക്കുന്നു? വാനരസേനയോടെ കടൽ കടന്നെത്തിയ രാമൻ ഉയിരോടെ മടങ്ങിപ്പോവുകയില്ല, ഇത് തീർച്ചയാണ്. ഇങ്ങനെ ശുണ്ഠിയെടുത്ത് പറയുന്ന രാവണൻ കോപം കൊണ്ടിരിക്കുന്നു എന്ന് കണ്ട് ലജ്ജ പൂണ്ട് മാല്യവാൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. രാജാവിനെ യഥോചിതം ജയാശിസ്സുകൊണ്ട് വാഴ്ത്തി അനുവാദത്തോടെ മാല്യവാൻ സ്വന്തം ഭവനത്തിലേക്ക് പോയി. രാവണ രാക്ഷസൻ മന്ത്രിമാരോട് ആലോചിച്ചുറച്ച് ലങ്കയ്ക്ക് കാവൽ ഏർപ്പെടുത്തി. കിഴക്കേ വാതിൽക്കൽ പ്രഹസ്തൻ എന്ന രാക്ഷസനെ നിർത്തി. തെക്കേ ദിക്കിൽ അതിവീരന്മാരായ മഹാപാർശ്വ മഹോദരന്മാരെ ഏർപ്പെടുത്തി. പടിഞ്ഞാറേ പടിക്കൽ അനേകം രാക്ഷസന്മാരോടൊത്ത് മഹാമായാവിയായ പുത്രൻ ഇന്ദ്രജിത്തിനെ കാവലേൽപ്പിച്ചു. ഉത്തരദ്വാരത്തിൽ ശുഖസാരണന്മാരെ നിയോഗിച്ചു. ഞാൻ ഇവിടെ നിൽക്കാം എന്ന് അവൻ മന്ത്രിമാരോട് പറഞ്ഞു. അതിവീര്യപരാക്രമനായ വിരൂപാക്ഷൻ എന്ന രാക്ഷസനെ അനേകം രാക്ഷസന്മാരോടുകൂടി നടുപ്പടയിൽ നിർത്തി. ലങ്കയ്ക്ക് ഈ വിധം കാവൽ ഏർപ്പാട് ചെയ്തിട്ട് കാലചോദിതനായ രാക്ഷസരാജൻ സ്വയം കൃതകൃത്യനെന്നു കരുതി. നഗരത്തിൻ്റെ കാവൽ വേണ്ട വിധം ഏർപ്പാട് ചെയ്ത ശേഷം അവൻ മന്ത്രിമാരെ പിരിച്ചയച്ചു. മന്ത്രിമാരാൽ ജയാശിസ്സുകൊണ്ട് വാഴ്ത്തപ്പെട്ട അവൻ സമ്പൽ സമൃദ്ധവും മഹത്വമായ തൻ്റെ മന്ദിരത്തിൽ പ്രവേശിച്ചു. 36-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.